നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തങ്ങൾപ്പാറ എന്ന പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ പറയുന്ന തങ്ങൾ എന്താണ് കോലാഹലമേട് അല്ലേ, ഷൈഖ് ഫരീദ്ദീൻ വലിയുല്ലാഹി. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, മലയാളം. അപ്പോൾ ഈ തങ്ങൾ ഇവിടെ ഹിജ്റ വർഷം 569 ജനിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചരിത്രം ചെറുതായ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബുറാസാൻ പ്രവിശ്യയിലാണ് അയാളുടെ ജന്മസ്ഥലം, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തങ്ങളുടെ. പിന്നെ പരമ്പര രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖിൻ്റെ കുടുംബ പരമ്പരയാണ്. പിതാവ് ഷൈഖ് ജമാലുദ്ദീൻ സുലൈമാൻ, വായിക്കാൻ പറ്റുണ്ടല്ലോ അല്ലേ. അപ്പോൾ മാതാവ് ഗർസം ഖാത്തൂൻ, പിന്നെ ഗുരു അരിയർ ഗുദ്ബുദ്ദീൻ, ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നാക്കുളുക്കും, അങ്ങനത്തെ പേരുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തങ്ങൾപ്പാറയിലാണ്. തങ്ങൾപ്പാറ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം, പോരട്ടോ. ഉള്ളിൽ കയറാനോ നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ കൊറോണയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ മല കയറുമ്പോൾ നിശബ്ദത പാലിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടന്ന് മല കയറാം. ഓക്കെ, നമ്മൾ ഈ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, മല കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള യെല്ലോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ മാർക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ സ്ലിപ്പായി താഴെ പോകാൻ സാധ്യതയുണ്ട്. 1000ഓളം അടി ആഴുണ്ട് കേട്ടോ, വീണ് പോയാലൊന്നും കിട്ടൂല. ഒരു വീടുണ്ടല്ലോ മല കയറിയത്, അതേപോലെ ആകുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് പടികളല്ല, ഇടയ്ക്ക് ഇങ്ങനെ താഴുന്ന നിരപ്പുകളും പരന്ന നിരപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. ആ ദൂരെ കാണുന്ന സാധനം കാണാമല്ലോ അല്ലേ, ആ ഉയരത്തെ ആ മേഘങ്ങളുടെ ഇടയിൽ ആകാശം മുട്ടി നിൽക്കുന്ന സാധനം, അതാണ് നമ്മളുടെ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലോട്ട് എത്തുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ആളുകൾ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഇതിനെ ചെറിയ ചെറിയ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ ഈ വഴി ഇങ്ങനെ കയറി പോവാം. മുകളിലെത്തിയിട്ട് വെയിലായിട്ടാണെങ്കിൽ പിന്നെ പറയണ്ട. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണുള്ളത്, മേഘം മൂടി നിൽക്കുന്നുണ്ട്, പിന്നെ തണുത്ത കാറ്റുണ്ട്. പറഞ്ഞ് തീർന്നില്ല, നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും അതിന് മുകളിലൊന്ന് കയറി പറ്റണം. മുകളിൽ കാണുന്നത് ഷാഫി കേട്ടാ. ഇപ്പോൾ രണ്ടാളും ഷാഫിയും മുർഷിയും കയറി. ഇപ്പോൾ നമ്മളെ ക്യാമറയിൽ നിന്ന് അവരിങ്ങനെ പതുക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ തങ്ങൾപ്പാറയുടെ ഏറ്റവും മുകളിൽ അവർ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പതുക്കെ, ഞാനും സെക്കറയൊക്കെ ഇവിടെ ഇരുന്നിട്ടാ. ഒന്നല്ല, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ക്ഷീണം അല്ലേ. അപ്പോൾ ഷാഫിയും ഇവനും പാടാണ്ട് കയറിയാണ്, മുർഷിയും പാടാണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വ്യൂ ഒക്കെ ഷാഫി എടുത്ത് കൊണ്ടുവരും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന ഫരീദുദ്ദീൻ എന്ന് പറയുന്നൊരു സൂഫി ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പാറയിലായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം പാൻ മസാല പൊടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു പാറ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത്ര അധികം വലുതായി എന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഒരു പുണ്യസ്ഥലമാണിത്. പക്ഷേ ഇത് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വാഗമണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ പാറ, ആ പാറയുടെ മുകളിൽ നിന്ന് വാഗമണ്ണ് മുഴുവൻ കാണാൻ കഴിയും. താഴെ ഒരു വലിയ തടാകമുണ്ട്. കണ്ട, മനുഷ്യന്മാരെവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്. എല്ലാ സ്ഥലവും നശിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കൊണ്ടേ ഇട്ട് കൂട്ടും. എന്നും നന്നാവാനല്ലേ ഈ മലയാളികൾ. ഓക്കെ, നമ്മളിപ്പോൾ 2 സ്ഥലങ്ങളാണ് വാഗമണ്ണിൽ പ്രധാനമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അതായത് ഈ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം തോന്നുന്നു. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാഴ്ചകൾ അല്ല, ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകൾ കിട്ടിയില്ലേ. അതായത് ഒരുപാടൊന്നും നമ്മൾ ക്യാമറ കണ്ണിലൂടെ പകർത്താൻ പറ്റില്ല. കുറേയൊക്കെ നമ്മളെ കണ്ണുകൊണ്ട് തന്നെ കാണാം, നഗ്ന നേത്രം കൊണ്ട് തന്നെ കാണാം. അതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും ഒരിക്കലും ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന എഡിറ്റ് ചെയ്തുണ്ടാക്കണതല്ലേ. അപ്പോൾ നമ്മൾ പരമാവധി നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുവരെ